JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. കാരണം പലരും വിവാഹം കഴിച്ചതിന് ശേഷം ഒരുപാട് ഉയർച്ചയിലേക്ക് പോയവരുമുണ്ട്. ചിലരുടെയൊക്കെ ജീവിതം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായ സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിതം, അതായത് വിവാഹ ജീവിതം വളരെ സന്തോഷപ്രദമാകണം, അതുപോലെ തന്നെ സുഖകരമാകണം എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. എന്നാൽ പലർക്കും ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ്. വിവാഹശേഷം ജീവിതം ഉയർച്ചയിലെത്തിയവരും വിവാഹമേ കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നിയവരും അങ്ങനെ ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിലും ലോകത്തും ഉണ്ടാവും. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികം, പരസ്പരം മാനസികമായി യോജിപ്പില്ലാതെ വരിക, സംസാരവും പെരുമാറ്റവും പരസ്പരം ഇഷ്ടപ്പെടാതെ വരിക, അതുപോലെ രോഗങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ ചില സാഹചര്യത്തിൽ ഉണ്ടാവുക. ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. പങ്കാളിയെക്കുറിച്ചും അവരോടൊത്തുള്ള ജീവിതത്തെക്കുറിച്ചും ഓരോരുത്തരുടെയും ജാതകത്തിൽ അതിൻ്റേതായ ചില സൂചനകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പരസ്പരം സഹകരിച്ച് തിരുത്താൻ പറ്റുന്നത് തിരുത്തി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തട്ടിമുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, വലിയ പ്രശ്നങ്ങളില്ലാതെ. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം തോറ്റു കൊടുക്കാനോ തിരുത്താനോ തെറ്റ് സമ്മതിക്കാനോ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യം എങ്ങനെയാകും എന്ന് ചോദിച്ചാൽ അതൊക്കെ അനുഭവം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ പങ്കാളിയും കുടുംബജീവിതവും അസ്ട്രോളജി നൽകുന്ന ചില സൂചനകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് സ്വാഭാവികമായും ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ തന്നെ ഉപകരിക്കും എന്നുള്ളതും, പിന്നെ സ്വന്തമായി ഇതൊക്കെ നോക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാർ അവരുടെ ഗ്രഹനില വെച്ച് പരിശോധിക്കാനും, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെച്ചം. അപ്പോൾ ശുക്രനോ 7ാം ഭാവാധിപനോ രണ്ടുപേരുമോ, അതായത് ശുക്രനോ 7ാം ഭാവാധിപൻ ഒരാളോ രണ്ടുപേരുമോ ലഗ്നത്തിൻ്റെ 3, 6, 10, 11 ഭാവങ്ങളിൽ വന്നാൽ വിവാഹത്തിന് ശേഷം അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഈ 3, 6, 10, 11 ഉപജയസ്ഥാനങ്ങളാണ്. അതുപോലെ 5, 9 ഭാവാധിപന്മാർ, 5ൻ്റെയും 9ൻ്റെയും ഭാവത്തിൻ്റെ അധിപന്മാരോ വ്യാഴമോ ലഗ്നത്തിൻ്റെ 3, 6, 10, 11 ഭാവത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ വന്നാൽ ഒരു കുഞ്ഞുണ്ടായ ശേഷം, ജ്യോതിഷത്തിൽ പറയുന്നത് പുത്രനുണ്ടായ ശേഷം എന്നാണ്, എങ്കിലും ഒരു കുട്ടി ഉണ്ടായ ശേഷം അവർക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി 2ൽ രാഹുവും 7ൽ ചൊവ്വായും വരുന്നു എന്ന് വിചാരിക്കുക. കാരണം ഈ ശുഭന്മാർ മാത്രമേ വരാമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ വന്നാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷബാധ ഏൽക്കാനുള്ള സാഹചര്യം, അതായത് കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ വിഷജീവികളുടെ ഉപദ്രവം മൂലം ഉണ്ടാകുന്നത്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഷം ഉള്ളിൽ ചെന്ന് ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ലഗ്നാധിപൻ ശുഭയോഗം ചെയ്ത് ജനിച്ച രാശിയുടെ 7ൽ നിന്നാൽ
ലഗ്നാധിപൻ ഏത് രാശിയായാലും അതിന് ലഗ്നാധിപൻ കാണും. അപ്പം ലഗ്നാധിപൻ ശുഭൻ്റെ യോഗം ചെയ്ത് 7-ൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം പങ്കാളിയെ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ സൂചന. 7-ാം ഭാവാധിപൻ 8-ൽ നിന്നാൽ ഭാര്യ രോഗിയാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഒരു ലക്ഷണം. 7-ാം ഭാവാധിപൻ ശുഭയോഗ ദൃഷ്ടിയോടുകൂടി ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ഭാര്യ ഗുണവതിയും ധനമുള്ളവളും സുശീലയുമായിരിക്കും എന്നാണ്. സുശീല എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്നാണ്. അതുപോലെ മറ്റൊരു പറയുന്നു, 7-ാം ഭാവാധിപനും ശുക്രനും ബലവാന്മാരായ 7-ാം ഭാവാധിപൻ തനിച്ച് ബലവാനായി ഇഷ്ടഭാവത്തിൽ നിന്നാലും, ഇവിടെ 2 യോഗമാണ്. 7-ാം ഭാവാധിപനും ശുക്രനും ബലവാന്മാരായി നിൽക്കുക, 7-ാം ഭാവാധിപൻ തനിച്ച് ഒറ്റയ്ക്ക് ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുക. ഇത് രണ്ടിലേതായാലും നല്ല കുടുംബത്തിൽ നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ അത്ര മെച്ചമായിരിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 7-ാം ഭാവത്തിൻ്റെ കാരകനാണ് ശുക്രൻ. അപ്പം കാരകഗ്രഹങ്ങൾ ആ ഭാവത്തിൽ വരുന്നത് അത്ര മെച്ചമല്ല എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു പൊതു നിയമം, പൊതുവെയുള്ള നിയമം. ആ നിയമം അനുസരിച്ച് 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ സ്വന്തം ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന സുഖം പല കാരണം കൊണ്ടും അത് തൃപ്തി വരുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളും, എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല എന്നൊക്കെയുള്ള പരിഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയും, അത്തരം സാഹചര്യത്തിൽ ചില പുരുഷന്മാർ മറ്റ് സ്ത്രീകളോട് ചില പ്രത്യേകമായ അടുപ്പം കാണിക്കുകയും അവരെ ഇവരുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഭാര്യയെ കുറ്റം പറയുകയും മറ്റൊരു പെണ്ണിനെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നത് ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സൂചന തന്നെ. ഇത് 2 കൂട്ടരും അറിഞ്ഞു നിന്നാൽ ഈ പ്രശ്നം നിസ്സാരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ 7-ാം ഭാവാധിപൻ ലഗ്നത്തിലും ലഗ്നാധിപൻ 7-ൽ നിൽക്കുക. 7-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുക, ലഗ്നാധിപൻ 7-ൽ നിൽക്കുക. ഇത് പരിവർത്തന യോഗമെന്നും പറയും. ഇങ്ങനെ വരുന്ന യോഗമുള്ളവരും ഉത്തമമായ നല്ല സ്വഭാവവും അതുപോലെ സൗന്ദര്യവുമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള യോഗവും അതുപോലെ തന്നെ അവരുടെ വക സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. 7-ൽ ചൊവ്വ ഉച്ചക്ഷേത്രമായിട്ട് വരികയോ, 7-ൽ ഇപ്പം സാധാരണഗതിയിൽ ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിവാഹ സംബന്ധമായ കാര്യത്തിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരുന്ന ഒരു ഗ്രഹമാണല്ലോ ചൊവ്വ. അപ്പോൾ ചൊവ്വ ഉച്ചക്ഷേത്രമായിട്ട് വരിക, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായിട്ട് വരിക, പാപദൃഷ്ടി യോഗമോ ഇങ്ങനെയൊന്നും ഇല്ലാതെ വരിക, ഇങ്ങനെയൊക്കെ വരുന്നത് നല്ലതാണ്. എന്നാൽ ഉച്ച സ്വക്ഷേത്രമോ വ്യാഴത്തിൻ്റെ ക്ഷേത്രമോ അല്ലാതെ 7-ൽ ചൊവ്വ വരികയും പാപദൃഷ്ടിയോ അതുപോലെ പാപയോഗമോ വന്നാലും ഭാര്യയുമായി പിണങ്ങി സ്വന്തം ഇഷ്ടമനുസരിച്ച് തോന്നിയതുപോലെ നടക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ശനിയുടെ ദൃഷ്ടി കൂടി ഉണ്ടെങ്കിൽ ആ തോന്നിയതുപോലെ നടക്കും. അതാണ് ഭാര്യയെ തോൽപ്പിക്കാനും അല്ലെങ്കിൽ ഭാര്യയോട് വാശി അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ സ്വയം നശിക്കാൻ തീരുമാനിക്കുന്നു എന്നർത്ഥം. 7-ൽ സൂര്യൻ നിന്നാൽ ഭാര്യയോട് വലിയ സ്നേഹമായിരിക്കും എന്നുള്ളതാണ്. 7-ാം ഭാവം, അപ്പം നിങ്ങൾ ചിന്തിക്കും 7-ാം ഭാവത്തിൽ സൂര്യൻ വരുന്നത് പാപഗ്രഹമല്ലേ? ശരിയാണ്. അതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ഭാര്യയോട് വളരെ സ്നേഹമായിരിക്കും
വളരെ ഇഷ്ടമായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഭാര്യയെ ഒരുപാട് വിഷമിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ 7-ൽ വ്യാഴം നിൽക്കുക. അങ്ങനെ നിന്നാൽ ഭാര്യയോട് വളരെ അനുരാഗവും സ്നേഹവും ഇഷ്ടവും ഒക്കെയുള്ള ഒരു പുരുഷനെയും അതുപോലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഭാര്യ അതുപോലെ തന്നെ ഗുണവതിയായിരിക്കുകയും ചെയ്യും. അതായത് പലരും പറയുമല്ലോ മാതൃകാ ബന്ധമെന്നും മാതൃകാ ദാമ്പത്യം എന്നൊക്കെ പറയുന്നു. അവർ തമ്മിൽ ഈ അടുപ്പും പാതകവും പോലെ എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് പോലെ സന്തോഷമായിട്ട് ജീവിക്കും എന്നുള്ളതാണ്. അതുപോലെ ലഗ്നത്തിലും 6-ലും പാപഗ്രഹം നിൽക്കുകയും ശുക്രന് പാപയോഗമോ ശുഭദൃഷ്ടിയോ വരികയും, അതായത് ശുഭയോഗം ഇല്ലാതെ വരിക, പാപദൃഷ്ടി ഉണ്ടാവുക, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലഗ്നത്തിൻ്റെ 6-ൽ പാപഗ്രഹം നിൽക്കുക, ശുക്രന് ശുഭയോഗം ഇല്ലാതെ വരിക, പാപയോഗ ദൃഷ്ടി ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണെങ്കിൽ സ്ത്രീലമ്പടനായിട്ട് നടക്കും. സ്ത്രീകൾ ചീത്ത വിളിച്ചാലും തല്ലിയാലും ഒരു നാണക്കേടുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇത് എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ പൊതുസ്ഥിതി അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല. എങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും കേൾക്കാത്ത രീതിയിൽ അങ്ങ് നടക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ ആരുടെ ജാതകത്തിൽ കളത്രകാരകനായ ശുക്രൻ, കാരണം ശുക്രൻ കളത്രത്തെ സൂചിപ്പിക്കുന്നതാണ്, ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു, ആ വ്യക്തിക്ക് യോഗ്യതയുള്ള ഭാര്യയും സ്വത്തും ലഭിക്കും. ചിലപ്പോൾ സർക്കാർ ജോലിയുള്ള ഭാര്യയെ ലഭിക്കാനും സാധ്യതയുണ്ട്. കാരണം ചിങ്ങൻ രാശിയും സൂര്യനും സർക്കാർ സംബന്ധമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ലഗ്നം മകരൻ രാശിയായിട്ട് വരിക, ചൊവ്വ 7-ൽ കർക്കിടകത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കർക്കിടകം ചൊവ്വയുടെ നീചരാശിയാണ്. അപ്പം ഇങ്ങനെ വന്നാൽ നല്ല കളത്രയോഗം ഉണ്ടാകുന്നു എന്നുള്ള കാരണം അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ മകരൻ രാശി ചൊവ്വയുടെ ഉച്ചരാശിയാണ്, 7-ാം രാശിയായ കർക്കിടകം നീചരാശിയുമാണ്. അപ്പോൾ 7-ൽ കർക്കിടകത്തിൽ നീചനായിട്ട് നിന്നാലും നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അല്പം പ്രയാസവും ബുദ്ധിമുട്ടും ഇച്ചിരി കഷ്ടപ്പാടും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും പിന്നീട് ജീവിതത്തിൽ ഇതെല്ലാം മാറി ഒരു നല്ല സുന്ദരമായ ഒരു ജീവിതം അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 7-ൽ സൂര്യനോടുകൂടി പാപഗ്രഹം നിന്നാൽ കൂടെ താമസിക്കുന്ന വ്യക്തി അത്ര നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ടു കൂട്ടരും മാനസികമായി പൊരുത്തമില്ലാത്തവർ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ഗ്രഹം സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബന്ധുക്ഷേത്രത്തിലോ നിന്നാലും നീചത്തിൽ അംശകം ചെയ്താൽ അതിനും ബലമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു പ്രധാന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതുപോലെ ശുക്രൻ ബലഹീനനായി 7-ാം ഭാവാധിപൻ അനിഷ്ടസ്ഥാനത്തും അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രൻ ബലഹീനനാണ്, 7-ാം ഭാവാധിപൻ അനിഷ്ടസ്ഥാനത്ത് 6, 8, 12 മുതലായ ഭാഗങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കിട്ടുന്നതൊന്നും പോരാതെ പങ്കാളിയെ പണത്തിനും സ്വത്തിനും വേണ്ടി എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ അങ്ങനെ ലഭിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കളത്രഭാവത്തെ സംബന്ധിച്ചും 7-ാം ഭാവത്തെ സംബന്ധിച്ചും കുടുംബജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുമൊക്കെ ജ്യോതിഷത്തിൽ ഒരുപാട് സൂചനകൾ തരുന്നുണ്ട്. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കിയത് നിങ്ങളെ പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ടതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകാനോ അല്ല. പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇതനുസരിച്ച് തന്നെ രണ്ടു കൂട്ടരും പരസ്പരം മനസ്സിലാക്കി
ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായി ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ സന്തോഷമായിട്ട് പോവുകയും ചെയ്യും. കാരണം ഇതിനകത്തിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പലരും എൻ്റെ അടുക്ക വന്ന് സങ്കടത്തോട് പറഞ്ഞിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇവരെ രണ്ടുപേരും ഒന്നുകിൽ ഏതെങ്കിലും കാരണം കൊണ്ട് പിരിഞ്ഞ് രണ്ട് വീട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ രണ്ടായി താമസിക്കുന്നു. അത് അല്ലാതെ തന്നെ വീട്ടിനകത്ത് ഇവരെ അന്യരെ പോലെ കഴിയുന്നു എന്ന് ചുരുക്കം. ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അത് കുട്ടികളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അവരിതെല്ലാം കണ്ടു കേട്ടുമാണ് വളർന്നു വരുന്നത്. നാളെ അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഏതെല്ലാം നിലകളിലെത്തി ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഓർക്കണം. നമ്മുടെ ഇഷ്ടം മാത്രം നോക്കുക എന്നുള്ളതല്ല, അവരെ കൂടി നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും അറിയുകയും അതനുസരിച്ച് ഒരു നല്ല ജീവിതം, ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.